ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമി സെലി വ്ളോഗ്സ്. അപ്പോൾ നോമ്പൊക്കെ വരികയാണല്ലോ, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ അളവാണ് എടുത്തത്. ഞാൻ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വെള്ളവും ചേർത്ത് നല്ലോണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, വെളുത്തുള്ളി ചതച്ചതും. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. ബോൺലെസ് ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടത്. അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പ്, മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി ചതച്ചത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ലേശം മുളക് പൊടിയും ഗരം മസാലയും ചേർത്തെടുക്കുക. നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ചേർക്കുക. കട്ടിയിലുള്ള ഒരു ഫില്ലിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് ചേർത്തത്. എന്നിട്ടത് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ ഈ റൊട്ടി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഏകദേശം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം വെന്തിട്ട് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. നമ്മളിതിവിടെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. റൊട്ടി 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫില്ലിങ് നിറച്ചിട്ട് സമൂസ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഒട്ടിക്കൊന്നും വേണ്ട. ഒരു മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നല്ലോണം ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തത്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഓവനോ ഇഡ്ഡലിത്തട്ടോ യൂസ് ചെയ്യാം. ഞാനതിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.